Good evening. ഇന്ന് നമ്മൾ RICയുടെ ക്ലാസ് ഓൾറെഡി ഷെഡ്യൂൾ ചെയ്തതാണ്. പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം ഇത് ക്ലാസ് നേരത്തെ എടുക്കാൻ കഴിഞ്ഞില്ല. വേറെ കുറച്ച് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകേണ്ടി വന്നതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. എന്തായാലും ഇന്നത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എല്ലാവരും കാണണം. നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് മൊഡ്യൂൾ 2-ലെ റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കണ്ടൻസറിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ കംപ്രസറിനെ കുറിച്ച് പറഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്ന ഡിവൈസാണ് എക്സ്പാൻഷൻ ഡിവൈസസ്. നിങ്ങൾക്ക് അറിയുന്നതാണ്. അതിൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാം. ജസ്റ്റ് ഒന്നുകൂടി നോക്കണം. ഇറ്റ് കൺട്രോൾ ദ ഫ്ലോ ഓഫ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇൻ ടു ദി ഇവാപ്പറേറ്റർ. ഇവാപ്പറേറ്ററിലേക്ക് ആവശ്യമായ ലിക്വിഡ് റെഫ്രിജറൻറ്റിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നു. അതായത് ഇവാപ്പറേറ്ററിൻ്റെ നീഡ് എന്താണോ അതിനനുസരിച്ചിട്ട് അതിനാവശ്യമായ ഫ്ലോ ഓഫ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് എക്സ്പാൻഷൻ്റെ ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എക്സ്പാൻഷൻ ഡിവൈസാണ്. കൃത്യമായ അളവിൽ അങ്ങോട്ട് എത്തിക്കാം. ഓക്കെ, അപ്പോൾ ഒരു മീറ്ററിങ് ഡിവൈസാണ് എന്ത് എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്രം കണ്ടൻസർ എക്സ്പാൻസ് ഡൗൺ ടു ഇവാപ്പറേറ്റർ പ്രഷർ. അതെന്ത് ചെയ്യുന്നുണ്ട്? ഹൈ പ്രഷറിലായിരിക്കും നമ്മുടെ കണ്ടൻസറിൽ ഉണ്ടായിരിക്കുക. ആ ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ ലോ പ്രഷർ ഇവാപ്പറേറ്ററിലേക്ക് എത്തിക്കണം, അല്ലേ? ഇവാപ്പറേറ്റർ പ്രഷറിലേക്ക് അതിൻ്റെ പ്രഷർ കുറഞ്ഞു കൊണ്ടുവരണം. അപ്പോൾ ആ ഒരു എക്സ്പാൻഡിങ് ഡൗൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ എക്സ്പാൻഷൻ ചെയ്യുന്നത് ആരാണ്? ഈ എക്സ്പാൻഷൻ ഡിവൈസാണ്. അതുപോലെ ഈ ഒരു ഡിവൈസാണ് ഒരു ഡിവൈഡിങ് പോയിൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത് ബിറ്റ്വീൻ ദി ഹൈ പ്രഷർ ആൻഡ് ലോ പ്രഷർ സൈഡ്സ്. ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമുക്കറിയാം, ഒരു ഹൈ പ്രഷർ സൈഡ് ഉണ്ട്, ലോ പ്രഷർ സൈഡ് ഉണ്ട്. ഹൈ പ്രഷർ സൈഡിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? കംപ്രസർ, കണ്ടൻസർ, നമ്മുടെ എക്സ്പാൻഷൻ വാൽവിൻ്റെ ഇൻലെറ്റ്, പിന്നെ റിസീവർ വരും. ആഫ്റ്റർ കണ്ടൻസർ, റിസീവർ, ദെൻ എക്സ്പാൻഷൻ വാൽവിൻ്റെ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഡിവൈസിൻ്റെ ഇൻലെറ്റ്, ദെൻ എക്സ്പാൻഷൻ ഡിവൈസിൻ്റെ ഔട്ട്ലെറ്റ്, ഇവാപ്പറേറ്റർ, കംപ്രസറിൻ്റെ സക്ഷൻ ലൈന്. ഓക്കെ, ഇവിടെ കംപ്രസറിൻ്റെ സെക്ഷൻ ലൈന് അത്രയും ഭാഗം എന്താണ്? ലോ പ്രഷർ സൈഡും കംപ്രഷൻ്റെ ഡിസ്ചാർജ് ലൈൻ അല്ലെങ്കിൽ ലിക്വിഡ് ലൈന് പ്ലസ് കണ്ടൻസർ പ്ലസ് റിസീവർ പ്ലസ് എക്സ്പാൻഷൻ ഡിവൈസിൻ്റെ ഇൻലെറ്റ്, അതൊക്കെ എന്താണ്? ഹൈ പ്രഷർ സൈഡുമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഹൈ പ്രഷർ ലോ പ്രഷർ സൈഡ് തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഇവിടെ എക്സ്പാൻഷൻ ഡിവൈസ് ആണെന്ന് നിങ്ങൾക്കറിയാം ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ. കാരണം ആ ഒരു ഡിവൈസാണ് ഈ ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ ഇവാപ്പറേഷന് ആവശ്യമായിട്ടുള്ള ലോ പ്രഷറിലേക്ക് എന്ത് ചെയ്യുന്നത്? എത്തിക്കുന്നത്. ഇത്തരം എക്സ്പാൻഷൻ ഡിവൈസുകളാണ്. ഇപ്പോൾ 2 ടൈപ്പാണുള്ളത്, വേരിയബിൾ റെസ്ട്രിക്ഷൻ ടൈപ്പും കോൺസ്റ്റൻറ്റ് റെസ്ട്രിക്ഷൻ ടൈപ്പും. എന്താണെന്ന് നമുക്ക് നോക്കാം. വേരിയബിൾ റെസ്ട്രിക്ഷൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഏരിയ ഓഫ് ഫ്ലോ എന്താണ്? ചേഞ്ച് ചെയ്യും. ഏരിയ ഓഫ് ഫ്ലോ ചേഞ്ച് ചെയ്യുക മീൻസ് ആ റെഫ്രിജറൻറ്റ് പാസ് ചെയ്യുന്ന ലിക്വിഡ് റെഫ്രിജറൻറ്റ് പാസ് ചെയ്യുമ്പോൾ, ഈ എക്സ്പാൻഷൻ ഡിവൈസിലൂടെ പാസ് ചെയ്യുമ്പോൾ അത് പാസ് ചെയ്യുന്ന ഏരിയ എന്ത് ചെയ്യും? അതിൽ ചേഞ്ച് വരും. ദാറ്റ് മീൻസ് അതിൻ്റെ ഏരിയ നോർമലി എന്താണ്? കുറഞ്ഞ് വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ ഡിവൈസുകൾ, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എക്സ്പാൻഷൻ ഡിവൈസുകളാണ് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ്, തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ ഡിവൈസ്, ഹൈ സൈഡ് ഫ്ലോട്ട് വാൽവ്, ലോ സൈഡ് ഫ്ലോട്ട് വാൽവ്, ഹാൻഡ് ഓപ്പറേറ്റഡ് വാൽവ്. പിന്നെ നമ്മൾ പറഞ്ഞ നെക്സ്റ്റ് ടൈപ്പാണ് കോൺസ്റ്റൻറ്റ് റെസ്ട്രിക്ഷൻ ടൈപ്പ്. അവിടെ ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് വിച്ച് ഇസ് എ ഫിക്സഡ് നാരോ ഏരിയ. ഓക്കെ, ആ ഏരിയ ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് എ ഫിക്സഡ് നാരോ ഏരിയ. ഏരിയ എന്ന് പറയുന്നത് മാറ്റം വരുന്നില്ല, ഫ്ലോ ഏരിയയിൽ മാറ്റം വരുന്നില്ല, ആ ഡിവൈസിലെ ഫ്ലോ ഏരിയയിൽ മാറ്റം വരുന്നില്ല. ബട്ട് ആ ഏരിയ എന്ന് പറയുന്നത് വളരെ നാരോ ആണ്. ഓക്കെ, സോ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മളെ കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിനെ കുറിച്ച് പഠിക്കാനുണ്ട്, തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അതുപോലെ കാപ്പിലറി ട്യൂബിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇതിൽ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ്, തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ്, ഹാൻഡ് ഓപ്പറേറ്റഡ് വാൽവ്, ഇവ മൂന്നും നമ്മൾ ഡ്രൈ ടൈപ്പ് ഇവാപ്പറേറ്റേഴ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഡ്രൈ എക്സ്പാൻഷൻ ടൈപ്പ് ഇവാപ്പറേറ്റേഴ്സിലാണ് യൂസ് ചെയ്യുക. ഈ ലോ സ്ലൈഡ് ഫ്ലോട്ട് വാൽവ്, ഹൈ സ്ലൈഡ് ഫ്ലോട്ട് വാൽവ് നമ്മൾ ഫ്ലഡഡ് ടൈപ്പ് ഇവാപ്പറേറ്റേഴ്സിലാണ് യൂസ് ചെയ്യുക. എന്താണെന്നുള്ളത് നമ്മൾ പറയും ഇവാപ്പറേറ്റർ പഠിക്കുന്ന സമയത്ത്. ഓക്കെ, എക്സ്പാൻഷൻ ഡിവൈസസ് 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ അതിൽ ആദ്യത്തെ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിൽ നമുക്ക് ആദ്യം ഇതിലൊരു ലൈൻ ഡയഗ്രം ഇവിടെ വരച്ചിട്ടുണ്ട്. അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻലെറ്റ് ആണ്. ഈ ഒരു എക്സ്പാൻഷൻ വാൽവിലേക്കുള്ള ഇൻലെറ്റ് വാൽവാണ്.
ഇൻലെറ്റ് ദ വാൽവാണ്. ദെൻ ഇവിടെ ആ വാൽവ് ആ ഇൻലെറ്റ് ഏരിയയിൽ തന്നെ അല്ലെങ്കിൽ ഇൻലെറ്റ് പോർട്ടിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ട്രെയിനറിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഹൈ പ്രഷർ റെഫ്രിജറൻറ്റ് ഈ ഇൻലെറ്റിലൂടെയാണ് എത്തുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ആ ലിക്വിഡ് റെഫ്രിജറൻറ്റിൽ എന്തെങ്കിലും ഡേർട്ടോ ഓയിൽ പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഇവിടെ നമ്മൾ ഇവാപ്പറേറ്ററിലേക്ക് കടത്തിവിടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇത് കൊടുത്തു വെച്ചിട്ടുള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു വാൽവ് കൊടുത്തിട്ടുണ്ട്. വാൽവ് ഒരു പുഷ് റോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ദെൻ മൂന്നാമത് നമുക്കൊരു സെൻട്രലായിട്ട് ഒരു ഡയഫ്രം അല്ലെങ്കിൽ ബെല്ലോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ബെല്ലോസ് ഈ പുഷ് റോഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പുഷ് റോഡിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ബെല്ലോസിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ മുകളിൽ ഒരു സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. സ്പ്രിങ്ങിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ സൈഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആഫ്റ്റർ എക്സ്പാൻഷൻ ലോ പ്രഷർ ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്ററിലേക്ക് കയറുന്നത്. സോ എക്സ്പാൻഷൻ എവിടെ നടക്കുന്നത് വെച്ചാൽ ഈ ഏരിയയിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ ലോ പ്രഷർ ലിക്വിഡ് റെഫ്രിജറൻ്റാക്കി മാറ്റുന്നത് എവിടെ വെച്ചിട്ടാണ്, ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നിങ്ങൾ ഓർത്തിരിക്കുക, ഒരിക്കലും എന്ത് ചെയ്യില്ല, കംപ്ലീറ്റ് ലിക്വിഡിനെയും ഇവിടെ നിന്ന് വരുന്ന കംപ്ലീറ്റ് ലിക്വിഡും ഇങ്ങോട്ട് എത്തുമ്പോൾ ലിക്വിഡായിട്ട് തന്നെ ഉണ്ടാവണമെന്നില്ല. അതിലൊരു 78% മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ലിക്വിഡായിട്ട് തുടരുകയുള്ളൂ. ബാക്കി ഒരു 22% എന്തായിട്ടുണ്ടാവും, ആഫ്റ്റർ എക്സ്പാൻഷൻ അവ വേപ്പറായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. കാരണം അങ്ങനെ വേപ്പറായി മാറുമ്പോഴാണ് 22% വേപ്പർ ആവാൻ ആവശ്യമായിട്ടുള്ള ആ ലിക്വിഡ് റെഫ്രിജറൻറ്റ് വേപ്പർ ആവാൻ ആവശ്യമായിട്ടുള്ള ലാറ്റൻറ്റ് ഹീറ്റ് എവിടെ നിന്നാണ് വലിച്ചെടുക്കുക, ഈ പറഞ്ഞിട്ടുള്ള 78% നിന്നാണ് അതെന്ത് ചെയ്യുക, അബ്സോർബ് ചെയ്യുന്നത്. സോ ആ രീതിയിൽ അതിലെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, അവിടുത്തെ ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ടെമ്പറേച്ചർ കുറയും. പിന്നെ ഇവിടെ ത്രോട്ട്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ട്. കാരണം ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് വലിയൊരു ഏരിയയിൽ നിന്ന് ഒരു ചെറിയ ഏരിയയിലേക്കാണ് അത് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്ത് പോകുന്നത്. ആ ചെറിയ ഏരിയയിലേക്ക് വന്ന് വീണ്ടും ഒരു വലിയ ഏരിയയിലേക്ക് എത്തണം. അപ്പോൾ ഒരു ഏരിയ ഫ്ലോയിൽ മാറ്റം സംഭവിച്ച് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ അവിടെ പ്രഷർ കുറയുന്നുണ്ട്. ആസ് വെൽ ആസ് അവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ രീതിയിൽ ടെമ്പറേച്ചറും അവിടെ കുറയുന്നുണ്ട്. അത് ഏതൊരു എക്സ്പാൻഷൻ ഡിവൈസിലും നടക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്? ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ്, ഇതിന് നമ്മൾ മറ്റൊരു പേരും പറഞ്ഞിരുന്നു, അത് ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ വാൽവ്, കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ മറ്റൊരു പേര് എന്താണെന്ന് പറഞ്ഞാൽ ആൾസോ കാൾഡ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ ഡിവൈസ്. It is a variable restriction type expansion device. Okay, automatic expansion valve മറ്റൊരു പേര് constant pressure expansion device. അതുപോലെ തന്നെ variable restriction flow type expansion device ആണ്. ഇതിൽ എന്തെല്ലാം കൺസ്ട്രക്ഷനിൽ എന്തൊക്കെ വരും? It consists of a diaphragm having centrally located valve. ഒരു ഡയഫ്രം ഉണ്ട്, അതുപോലെ സെൻട്രലായിട്ടുള്ള ഒരു വാൽവ് അവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആ ഡിവൈസിൻ്റെ സെൻട്രലായിട്ട് ഒരു വാൽവ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഉണ്ട് വിത്ത് എ സ്പ്രിങ്, ഓൾ എൻക്ലോസ്ഡ് ഇൻ എ കേസിംഗ്. എല്ലാം പാടെ കേസിങ്ങിനുള്ളിലാണ്. സോ ദ വർക്കിംഗ് എന്താണെന്ന് നോക്കാം. ദ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്രം കണ്ടൻസർ ഓർ റിസീവർ ടാങ്ക് എൻറ്റേഴ്സ് ദ ഇൻലെറ്റ് ത്രൂ ദ സ്ട്രെയിനർ. അപ്പോൾ ലിക്വിഡ് റെഫ്രിജറൻറ്റ് കണ്ടൻസറിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ റിസീവറിൽ നിന്നോ ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യും, ഇൻലെറ്റിലൂടെ സ്ട്രെയിനർ വഴി ഇവിടേക്ക് എൻ്റർ ചെയ്യുന്നു. ദെൻ ഇവാപ്പറേറ്റർ പ്രഷർ ആക്ട്സ് ബിനീത്ത് ദ ഡയഫ്രം while the spring exerts a pressure above from the diaphragm. The two pressure balance each other. എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞ ഡയഫ്രം അല്ലെങ്കിൽ ബെല്ലോസ്, ഈ ബെല്ലോസിൻ്റെ താഴെ ഭാഗത്ത് ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഇവാപ്പറേറ്റർ പ്രഷറാണ്. എന്താണ്, ഇവാപ്പറേറ്റർ പ്രഷറാണ് ഈ താഴെ ഭാഗത്ത് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഇതിപ്പോൾ ഈ വാൽവ് ഇവിടെ ക്ലോസ്ഡ് ആയ കണ്ടീഷൻ ആണെങ്കിലും ഇവിടെ ഈ ഒരു സൈഡ് ഓപ്പൺ ചെയ്തത് എങ്ങോട്ടാണ്, ഇവാപ്പറേറ്ററിലേക്കാണ്. അല്ല, അതുപോലെ ഇവിടെ നമ്മളെ എക്സ്പാൻഷൻ നടന്ന് ഈ എക്സ്പാൻഡിങ് ഡൗൺ ചെയ്യുന്നത് എങ്ങോട്ടാണ്, ഇവാപ്പറേറ്റർ പ്രഷറിലേക്കാണ്. സോ ഇതിൻ്റെ താഴെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, ഇവാപ്പറേറ്റർ പ്രഷറാണ്. എന്നാൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത്, ഈ ഡയഫ്രത്തിൻ്റെ മുകൾ ഭാഗത്ത് ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് അവിടെ സ്പ്രിംഗ് പ്രഷർ വരുന്നുണ്ട് അല്ലേ, ഈ സ്പ്രിങ്ങിൻ്റെ പ്രഷറും വരുന്നുണ്ട്. ദെൻ അവിടുത്തെ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷറും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നമുക്ക് യാതൊരുവിധ ചേഞ്ചും വരുത്താൻ കഴിയില്ല, വിച്ച് ഇസ് എ കോൺസ്റ്റന്റ് വൺ. ഇത് രണ്ടും എന്താണ്,
നോർമലി നമ്മൾ കംപ്രസർ ഒന്നും ഓപ്പൺ ചെയ്യുന്നില്ല, അന്നേരം ഈ വാൽവ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയ അവസ്ഥയിലാണ്. അങ്ങനെ വാൽവ് അവിടെ ക്ലോസ്ഡ് ആയി നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ PS+PA = PE, ഈ രണ്ട് പ്രഷറും മുകളിലും താഴെയുമുള്ള പ്രഷർ എന്തായിരിക്കണം? ബാലൻസ്ഡ് കണ്ടീഷനിൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ വാൽവ് അവിടെ ക്ലോസ്ഡ് ആയി നിൽക്കുള്ളൂ. ഓക്കെ. When cooling load decreases, evaporator pressure tends to drop as the compressor continues to suck vapor. എന്താണ്? when cooling load decreases, അതായത് ഇവാപറേറ്ററിലെ കൂളിംഗ് ലോഡ് ഡിക്രീസ് ചെയ്യുക. അങ്ങനെ കൂളിംഗ് ലോഡ് ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ ആൾറെഡി സെറ്റ് ഏതൊരു ഇവാപറേറ്റർ ആയാലും അത് ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും? അതിനൊരു മാക്സിമം ലോഡ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു പ്രോപ്പർ വർക്കിങ്ങിന് വേണ്ടി ഒരു മാക്സിമം ലോഡ് നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ലോഡിനെ ഒരു ലോഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ലോഡിനെക്കാട്ടും കുറവായി വരുന്ന ഒരു ലോഡാണ്, അല്ലെങ്കിൽ ആ ലോഡിനെക്കാട്ടും കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ നമ്മളവിടെ വെക്കുന്നുള്ളൂ. ഓക്കെ. ഇപ്പോൾ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇവാപറേറ്റർ വെച്ചിട്ട് തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുള്ളൂ, അല്ലെങ്കിൽ റെഫ്രിജറേറ്റിംഗ് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവാപറേറ്ററിൻ്റെ ലോഡ് എന്ത് ചെയ്യും? കുറയും. ഇവാപറേറ്ററിൻ്റെ കൂളിംഗ് ലോഡ് കുറയും. അത്രയും ആൾക്കാർ എന്ത് ചെയ്യേണ്ടിയില്ല? കൂൾ ചെയ്യേണ്ടി വരില്ല. അങ്ങനെ കൂള് ചെയ്യാതിരിക്കുന്ന അവസ്ഥയിൽ ഇവാപറേറ്ററിലെ പ്രഷർ എന്ത് ചെയ്യും? അത് ഡ്രോപ്പ് ആവും. ഇവാപറേറ്ററിലെ പ്രഷർ എന്ത് ചെയ്യും? ഡ്രോപ്പ് ആവും. കാരണം ഇവാപറേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആൾറെഡി ഒരു പർട്ടിക്കുലർ പ്രഷറിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ബൈ എങ്ങനെ? അതാണ് നമ്മൾ പറഞ്ഞത്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്? നമുക്ക് കൃത്യമായിട്ട് എത്ര രീതിയിലാണോ അത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ ഇവാപറേഷൻ നടക്കേണ്ട ഒരു പ്രഷർ ഉണ്ടായിരിക്കും. ആ പ്രഷറിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ കോൺസ്റ്റന്റ് ഇവാപറേഷൻ പ്രഷറിലേക്ക് നമ്മൾ ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? ഇവിടെ നമുക്ക് PE എന്ന് പറയുന്നതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്താ പറ്റുക? ആകെ ഈ സ്പ്രിംഗ് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, ഈ സ്പ്രിംഗ് പ്രഷർ നമുക്ക് ഈ സ്ക്രൂവിനായിട്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നമുക്ക് മാറ്റമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും ഈ സ്പ്രിംഗ് പ്രഷറിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ഇവാപറേറ്റർ പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത് രണ്ടും എന്ത് ചെയ്യും? ബാലൻസ് ചെയ്തു. അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഇവിടുത്തെ ഇവാപറേറ്റർ പ്രഷർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആൾറെഡി ഒരു ഇവാപറേറ്റർ പ്രഷർ ആ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂളിംഗ് ലോഡ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവാപറേറ്ററിലെ പ്രഷർ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഇവാപറേറ്ററിലെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇവാപറേറ്ററിലെ പ്രഷർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവിടെ കൂടുതൽ എന്തുണ്ടായിരിക്കും? അവിടുത്തെ പ്രഷർ എന്ത് ചെയ്യും? കുറയും. പ്രഷർ മീൻസ് പ്രഷർ എന്ത് ചെയ്യും? ഇവാപറേറ്റർ പ്രഷർ എന്ത് ചെയ്യും? കുറയും. അങ്ങനെ കുറയുന്ന സമയത്ത്, ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് കംപ്രസർ എന്ത് ചെയ്യും? ഇങ്ങനെ കംപ്രസർ ഡ്രോപ്പ് ചെയ്യുക മീൻസ് അവിടെ കൂളിംഗ് ലോഡ് ഡിക്രീസ് ചെയ്യുക മീൻസ് സ്വാഭാവികമായിട്ടും അവിടെ പെട്ടെന്ന് എന്ത് ചെയ്യും? അവിടെ വരുന്ന റെഫ്രിജറേറ്റ് വളരെ പെട്ടെന്ന് തന്നെ വേപ്പറായിട്ട് മാറും. ആ വേപ്പർ തിരിച്ച് നമ്മളെ കംപ്രസർ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇങ്ങനെ സക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രഷർ കുറയുന്നത് കൊണ്ട്, ഇവാപറേറ്ററിൻ്റെ പ്രഷർ കുറയുന്നതുകൊണ്ട് താഴെ ഭാഗത്തെ പ്രഷർ കുറഞ്ഞു. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് ആൾറെഡി എന്താണ്? അതിന് ഇവാപറേറ്റർ പ്രഷർ കുറയുമ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് ആൾറെഡി നമ്മൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അത് ഈ ഇവാപറേറ്റർ പ്രഷറിനെക്കാട്ടും കൂടുതലായതുകൊണ്ട് സ്പ്രിംഗ് ഫോഴ്സ് ഇൻക്രീസസ് ആൻഡ് ഇൻക്രീസസ്. ഇവാപറേറ്റർ പ്രഷറിനെക്കാട്ടും കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ? സ്പ്രിംഗ് ഫോഴ്സ് വരും. ആൻഡ് ദ ഡയഫ്രം ഡിഫ്ലക്ട്സ് ഡൗൺവേർഡ്. അതെന്ത് ചെയ്യും? താഴേക്ക് ചെറുതായിട്ടൊന്നും എന്ത് ചെയ്യും? ചെറിയൊരു ഡിഫ്ലക്ഷന് ഇതിന് വരും. കാരണം ഇവിടുത്തെ പ്രഷർ താഴത്തെ കാട്ടിന് കൂടുമ്പോൾ ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെമ്പറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫ്ലക്ഷൻ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുഷ് റോഡ് താഴേക്ക് ഇതിനെന്ത് ചെയ്യും? ഈ വാൽവിനെ ഈ വാൽവ് സീറ്റിൽ നിന്ന് പുഷ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും this causes the valve to move down and more quantity of liquid refrigerant flow through the valve opening until PE and PS condition reached. PEയും PS കണ്ടീഷനും ഈക്വൽ ആവുന്നത് വരെ, അതായത് ഇവാപറേറ്റർ പ്രഷറും സ്പ്രിംഗിൽ ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ച പ്രഷറും ഈക്വൽ ആവുന്നത് വരെ എന്ത് ചെയ്യും? അതിലേക്ക് അങ്ങനെ റെഫ്രിജറൻറ്റ് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. വെൻ ദ ലോഡ് ഇൻക്രീസസ്, ലോഡ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടുത്തെ ഇവാപറേറ്റർ പ്രഷർ എന്ത് ചെയ്യും? കൂടും. ഇവാപറേറ്റർ പ്രഷർ കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാം അതെന്ത് ചെയ്യും?
ഇറ്റ് ഫോഴ്സിങ് ദ ഡയഫ്രം അപ്വേർഡ് ഇൻ ദ ക്ലോസിങ് ഡയറക്ഷൻ. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സിനെക്കാട്ടും എന്ത് ചെയ്യും, ഇവാപറേറ്റർ പ്രഷർ വരികയാണെങ്കിൽ, ആൾറെഡി സെറ്റ് ചെയ്ത പ്രഷർ വരികയാണെങ്കിൽ ഇവാപറേറ്റർ പ്രഷർ താഴെയാണ് ആക്ട് ചെയ്യുന്നത്, അത് ഡയഫ്രത്തിനെ മുകളിലേക്ക് ഇങ്ങനെ തള്ളും. സ്വാഭാവികമായിട്ടും ആ വാൽവ് അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ദിസ് റെസ്ട്രിക്ട് ദ ഫ്ലോ ഓഫ് റെഫ്രിജറൻറ്റ് ആൻഡ് ബ്രിങ് ഡൗൺ ദ ഇവാപറേറ്റർ പ്രഷർ അൺടിൽ PE ആൻഡ് PS. PE ഈക്വൽ ടു PS. PE എന്ന് പറയുന്നത് PS ആവുന്നത് വരെ എന്ത് ചെയ്യും, ഇതിങ്ങനെ മുകളിലേക്ക് എന്ത് ചെയ്യും, അതിനെ തള്ളിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ്, ഈ രണ്ട് കണ്ടീഷനിലാണ്, അല്ലെങ്കിൽ രണ്ട് നീഡ്, ഈ രണ്ട് നീഡാണ് നമുക്ക് ബേസിക്കലി ഉണ്ടാവുക. ലോഡ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഇവാപറേറ്ററിൻ്റെ ലോഡ് എന്താണോ അതിൽ ലോഡ് അനുസരിച്ചിട്ട് റെഫ്രിജറൻറ്റിനെ ഫ്ലോ ചെയ്യുക. സ്വാഭാവികമായിട്ടും കൂളിംഗ് ലോഡ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവാപറേറ്റർ പ്രഷർ എന്ത് ചെയ്യും, അത് ഡിക്രീസ് ആവും. അപ്പോൾ അന്നേരം സ്പ്രിംഗ് ഫോഴ്സ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, സ്പ്രിംഗ് ഫോഴ്സ് കൂടുതലായിരിക്കും, അത് കൂടുതൽ റെഫ്രിജറൻറ്റിനെ കടത്തിവിടും അല്ലേ, വാൽവ് ഓപ്പൺ ചെയ്യുന്നത് വഴി. അപ്പോൾ അത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ PS ഇവിടെ കൂളിംഗ് ലോഡ് കൂടുമ്പോൾ, കൂളിംഗ് ലോഡ് കുറയുമ്പോൾ ഇവിടുത്തെ ഇവാപറേറ്ററിലെ പ്രഷർ കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും PS എന്ന് പറയുന്ന ആൾ കൂടുതലായിരിക്കും, PEനെക്കാട്ടും അത് താഴേക്ക് വരും. അപ്പോൾ ഇതിനെന്ത് ചെയ്യും, വാൽവ് സീറ്റിൽ ഓപ്പൺ ചെയ്യും. അപ്പോൾ കൂടുതൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇതിലൂടെ വരും, അത് എക്സ്പാൻഡ് ചെയ്യും. കൂടുതൽ എന്ത് ചെയ്യും, ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇങ്ങോട്ട് എത്തും, അവിടെ കൂടുതൽ ഇവാപറേഷൻ നടക്കും, കൂടുതൽ ഇവാപറേഷൻ പ്രഷർ അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ എപ്പോഴാണോ PE PSുമായിട്ട് ഈക്വലാകുന്നത് അതുവരെ എന്ത് ചെയ്യും, അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. PE PS ഈക്വലായ സ്വാഭാവികമായിട്ട് ഇത് എന്ത് ചെയ്യും, മുകളിലേക്ക് വന്ന് ഇവിടെ ബാലൻസ്ഡ് ആയെങ്കിൽ അവിടെ വന്ന് അടയും. അതുപോലെ കൂളിംഗ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവാപറേഷൻ പ്രഷർ കൂടുതലായിരിക്കും. അന്നേരം ഇവിടെ ആൾറെഡി ഓപ്പൺ ആയ കണ്ടീഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ PE ഈ ഡയഫ്രത്തിനെ മുകളിലേക്ക് എന്ത് ചെയ്യും, തള്ളിക്കൊണ്ടേയിരിക്കും. മുകളിലേക്ക് തള്ളിക്കൊണ്ട് എന്ത് ചെയ്യും, എപ്പോഴാണോ PE PS ആയിട്ട് ഈക്വൽ ആവുന്നത്, ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്നത്, PE PS ആയിട്ട് ഈക്വൽ ആകുമ്പോഴാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തുക. അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വാൽവ് ഇവിടെ ക്ലോസ് ആവും. പിന്നെ കൂടുതൽ റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കയറി വരില്ല. സോ ഇതാണ് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിൻ്റെ വർക്കിംഗ്. ഓക്കെ, ഇപ്പോൾ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ വിളിക്കുന്ന മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു, കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ വാൽവ്. എന്തുകൊണ്ടാണ് കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ വാൽവ് എന്ന് വിളിക്കാൻ കാരണം, ബിക്കോസ് നമ്മൾ ആൾറെഡി ഇവിടുത്തെ ഇവാപറേറ്റർ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എത്ര, ഇവിടുത്തെ സ്പ്രിംഗ് പ്രഷർ പ്ലസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറുമായിട്ട് അത് ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വാല്യൂ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അഡ്ജസ്റ്റിംഗ് സ്ക്രൂ യൂസ് ചെയ്തിട്ട് സ്പ്രിംഗ് പ്രഷർ ഉപയോഗിച്ചിട്ട് ഈ PEയുടെ വാല്യൂ, എക്സ്പാൻഷൻ ഇവാപറേറ്ററിലെ വാല്യൂ, ഇവാപറേറ്റർ പ്രഷറിൻ്റെ വാല്യൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് എപ്പോഴും എന്ത് ചെയ്യുക, ഈ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് നോക്കുന്നത്. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് ബാലൻസ്ഡ് ആവുള്ളൂ, എന്നാൽ മാത്രമേ അത് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ എപ്പോഴും ഇവാപറേറ്ററിൽ ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ വാൽവ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് കോൺസ്റ്റൻറ്റ് പ്രഷർ എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ആക്ഷൻ, ഇതിൻ്റെ ഓപ്പണിങ്ങും അതുപോലെ തന്നെ ക്ലോസിങ്ങും അല്ലെങ്കിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള റെഫ്രിജറൻറ്റിൻ്റെ ഫ്ലോ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് ഓട്ടോമാറ്റിക് ആയിട്ടാണ്. നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ആൾറെഡി ഈ പ്രഷർ സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ അത് കംപ്ലീറ്റ് എന്താണ്, ഓട്ടോമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് എന്നും പറയുന്നത്. അത് രണ്ടും ഓർത്തിരിക്കുക. ഇതിൽ ഡ്രോബാക്സ് എന്ന് പറയുന്നത് വെൻ കൂളിംഗ് ലോഡ് ഡിക്രീസസ്, പ്രഷർ എന്ത് ചെയ്യും, ഡ്രോപ്പ് ചെയ്യും. കൂളിംഗ് ലോഡ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇവാപറേറ്റർ പ്രഷർ കുറയും. വാൽവ് ഓപ്പൺസ് മോർ ആൻഡ് മോർ റെഫ്രിജറൻറ്റ് ടു എൻ്റർ ദ ഇവാപറേറ്റർ. കൂടുതൽ ഇവാപറേറ്ററിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ വാൽവ് കൂടുതൽ ഓപ്പൺ ആവും, കൂടുതൽ ഇവാപറേറ്ററിലേക്ക് കൂടുതൽ റെഫ്രിജറൻറ്റ് വന്നുകൊണ്ടേയിരിക്കും. ബട്ട് ഇൻ ദിസ് കേസ് ഇവാപറേറ്റർ ബിക്കംസ് ഫ്ലഡഡ് ആൻഡ് എ ഡിക്രീസ്ഡ് സൂപ്പർ ഹീറ്റ് റിസൾട്ട്സ് ആൻഡ് എ കംപ്രസർ ഗെറ്റ്സ് ഡാമേജ്ഡ്. അന്നേരം അങ്ങനെ ചിലപ്പോൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് ചിലപ്പോൾ ഈ ഇവാപറേറ്ററിൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് വന്ന് ഫില്ലാവാം, ഫ്ലഡഡ് ആവുന്ന ഒരു അവസ്ഥയിലെത്താം. അതായത് കംപ്ലീറ്റ് ലിക്വിഡ് റെഫ്രിജറൻറ്റിനും വേപ്പർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവാപറേറ്റർ വന്നെത്താം. ഫ്ലഡഡ് ആകുന്ന ഒരു അവസ്ഥയിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് യൂസ് ചെയ്യുന്ന സമയത്ത് വരാൻ ചാൻസ് ഉണ്ട്. എപ്പോൾ കൂളിംഗ് ലോഡ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത്.
അതുപോലെ തന്നെ കൂളിംഗ് ലോഡ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവാപ്പറേറ്റർ പ്രഷർ കൂടും നിങ്ങൾക്കറിയാം. അപ്പോൾ വാൽവ് എന്താ ചെയ്യുന്നത്, വാൽവ് ടെൻസ് ടു ക്ലോസ്, വാൽവ് എന്താ ചെയ്യുക, വാൽവ് അടയാനാണ് ശ്രമിക്കുക. കാരണം കൂടുതൽ ഇവാപ്പറേറ്റർ പ്രഷർ എത്തിയപ്പോൾ കൂടുതൽ റെഫ്രിജറൻറ്റിന് പിന്നെ അങ്ങോട്ട് പോകണ്ട, അലോയിങ് ലെസ് റെഫ്രിജറൻറ്റ് ടു എൻ്റർ ദ ഇവാപ്പറേറ്റർ ആൻഡ് ആൻ ഇൻക്രീസ്ഡ് സൂപ്പർ ഹീറ്റ് റിസൾട്ട്. അവിടെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ളൊരു സൂപ്പർ ഹീറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ഡിക്രീസ്ഡ് ആയിട്ടുള്ള സൂപ്പർ ഹീറ്റാണ് കൂളിംഗ് ലോഡ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ സൂപ്പർ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സാച്ചുറേഷൻ നമ്മളെ ഇവാപ്പറേറ്ററിൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വേപ്പറായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് വേപ്പറായി മാറുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചറാണ്. ആ പർട്ടിക്കുലർ പ്രഷറിൽ ഒരു പർട്ടിക്കുലർ സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു 4 ഡിഗ്രി സെൽഷ്യസിലാവാം ചിലപ്പോൾ നടക്കുന്നത്, ചിലപ്പോൾ 2 ഡിഗ്രി സെൽഷ്യസിലാവാം ഇവാപ്പറേറ്ററിൽ ഇവാപ്പറേഷൻ നടക്കുന്ന ടെമ്പറേച്ചർ. പക്ഷേ ആ ഇവാപ്പറേറ്റർ കഴിഞ്ഞ് ഇവാപ്പറേറ്ററിൻ്റെ എൻഡ് എത്തുന്ന സമയത്ത് ഈ പറയുന്ന വേപ്പർ റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസ് തന്നെ ആവണമെന്നില്ല. അതിലെന്ത് ചെയ്യാം, ഫർദർ ആയിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ 2 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും കൂടാം. അതായത് അതിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചറിൽ നിന്നും എന്ത് ചെയ്യാം, ആ വേപ്പർ റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചർ കൂടും. കാരണം അതിൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വെച്ചിട്ടുള്ള ആ 2 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടും കുറഞ്ഞിട്ടുള്ള ടെമ്പറേച്ചറിലുള്ള സാധനങ്ങളാവുമല്ലോ അവിടെ വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഹീറ്റൊക്കെ എന്ത് ചെയ്യും, അതിങ്ങനെ വലിച്ചെടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും ഈ ആഫ്റ്റർ നമ്മൾ ഇവാപ്പറേറ്ററിൽ നിന്ന് പുറത്തു വരുന്ന വേപ്പർ റെഫ്രിജറൻറ്റ് സാച്ചുറേറ്റഡ് കണ്ടീഷനിലായിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് മോസ്റ്റ്ലി എന്ത് തന്നെയായിരിക്കും, സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിലായിരിക്കും. അപ്പോൾ കൂളിംഗ് ലോഡ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഓർത്തിരിക്കുക, കൂളിംഗ് ലോഡ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിൽ സ്വാഭാവികമായിട്ട് കൂടുതൽ ലിക്വിഡിനെ അങ്ങോട്ട് കടത്തി വിടുകയും അവിടെ ഫ്ലഡഡ് ആയി വരുന്ന ഒരു അവസ്ഥയുണ്ടാവും. അപ്പോൾ കൂടുതലായിട്ടുള്ള ലിക്വിഡ് റെഫ്രിജറൻറ്റ് അവിടെ വരുമ്പോൾ കൂടുതൽ ഇവാപ്പറേഷൻ നടക്കാൻ കഴിയില്ല. അപ്പോൾ കൂടുതലായിട്ടുള്ള ഇവാപ്പറേഷൻ നടക്കാൻ കഴിയാത്തത് കൊണ്ട് കുറേ ഭാഗം ലിക്വിഡ് റെഫ്രിജറൻറ്റ് അവിടെ കിടക്കുന്നുണ്ടാവും. ആ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ചിലപ്പോൾ കംപ്രസറിൽ പോയി കംപ്രസറിന് എന്ത് ചെയ്യാം, ഡാമേജ് ചെയ്യാം. അതുപോലെ തന്നെ അവിടുത്തെ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും, കുറവായിരിക്കും. കാരണം കൂടുതൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് അവിടെ കിടക്കുകയാണ്. അതിനൊക്കെ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം, കൂട്ടണം, അല്ലെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം, ഹീറ്റിനെ അവിടെ നിന്ന് അബ്സോർബ് ചെയ്യണം. പക്ഷെ അത് സ്വാഭാവികമായിട്ടും നോർമലായിട്ട് അതിലൂടെ വേപ്പർ മാത്രമാണ് പോകുന്നത്. ആ സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വേപ്പർ പ്ലസ് ലിക്വിഡും കൂടി എന്ത് ചെയ്യുകയാണ്, ഈ ഇവാപ്പറേറ്ററിൽ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, അവിടുത്തെ സൂപ്പർ ഹീറ്റിൻ്റെ അളവ് ആ ഇവാപ്പറേറ്ററിൻ്റെ അവസാനം എത്തുന്ന സമയത്ത് കുറവായിരിക്കും. കാരണം കൂടുതൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് അതിൽ പ്രസൻറ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് എപ്പോൾ, ഫ്ലഡഡ് ആവുന്ന അവസ്ഥയിൽ. അതുപോലെ കൂളിംഗ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇവാപ്പറേറ്ററിലെ പ്രഷർ എന്ത് ചെയ്യും, കൂടും. അങ്ങനെ കൂളിംഗ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്ന പ്രഷർ കൂടുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, വാൽവ് എന്ത് ചെയ്യണം, നമ്മുടെ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് എന്ത് ചെയ്യണം, വാൽവ് ഇങ്ങനെ മുകളിലേക്ക് അടയണം. അതിങ്ങനെ ക്ലോസ് ചെയ്ത് ഇങ്ങനെ വരും അല്ലേ. അങ്ങനെ ക്ലോസ് ചെയ്ത് വരുന്ന സമയത്ത് മേ ബി ഒരു അവസ്ഥ എത്താം, നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇവാപ്പറേഷനൊക്കെ നടന്ന് അതിൽ ആവശ്യമായിട്ടുള്ള റെഫ്രിജറൻറ്റ് ചിലപ്പോൾ എത്താത്തൊരവസ്ഥയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, സ്റ്റാർവിങ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ അത്തരമൊരു കണ്ടീഷൻ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിൽ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അതുപോലെ കൂളിംഗ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഈ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ വാൽവുകളിൽ കൂടുതലായിരിക്കും. ഓർത്തിരിക്കുക, ദിസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ എ വേരിയിങ് ലോഡ് റിക്വയർമെൻറ്റ്. അതാണ് നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ്, ഇത്രയും കാര്യം ഇത് രണ്ടും നിങ്ങൾ വലിയ ബോധേഡായിട്ടൊന്നും നോക്കണ്ട. ഈ പോയിന്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു പോയിന്റ് നിങ്ങൾ പഠിക്കുക. ദിസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ എ വേരിയിങ് ലോഡ് റിക്വയർമെൻറ്റ്. വേരിയിങ് ലോഡ് നമുക്കൊരു പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഇയാളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രഷറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എപ്പോഴും ആരും ശ്രമിക്കുക, ഈ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ശ്രമിക്കുക. അപ്പോൾ അവിടെ ലോഡ് ഇങ്ങനെ വേരി ചെയ്യുന്നതിനനുസരിച്ച് ഇവാപ്പറേറ്ററിൽ പ്രഷർ അങ്ങനെ മാറി വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ പക്ഷേ ആ ഒരു ലോഡിനനുസരിച്ചിട്ട് ആവശ്യമായിട്ടുള്ള ലിക്വിഡ് റെഫ്രിജറൻ്റ് അല്ല അങ്ങോട്ട് എത്തുന്നത്. ബിക്കോസ് എന്താണ്, ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇവാപ്പറേറ്റർ പ്രഷർ എത്രയാണോ അതിനാവശ്യമായിട്ടുള്ള ഫ്ലോ റേറ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ലിക്വിഡ് റെഫ്രിജറൻ്റ് അതിലേക്ക് കയറുക. അപ്പോൾ ആൾറെഡി ലോഡ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള റെഫ്രിജറൻറ്റിനെ എത്തിക്കാൻ ആരെ കൊണ്ട് കഴിയില്ല, ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിനെ കൊണ്ട് സാധ്യമല്ല. സോ അതുകൊണ്ടാണ് അതെന്ത് ചെയ്യാം, ഇറ്റ് മേ ഫ്ലഡ് ഓർ സ്റ്റാർവ്
the evaporator when load decreases or increases respectively. അപ്പോൾ ലോഡ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഫ്ലഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, കൂടുതൽ റെഫ്രിജറൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ലോഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിനുള്ള റെഫ്രിജറൻ്റ് എത്താത്തൊരവസ്ഥ, അതിനെയാണ് നമ്മൾ സ്റ്റാർവ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയും വരാനുള്ള ചാൻസ് ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിൽ ഉണ്ട്. ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രിസൈസ് കൺട്രോൾ ഓഫ് ഇവാപ്പറേറ്റർ ടെമ്പറേച്ചർ ഈസ് നീഡഡ് ആൻഡ് കൂളിംഗ് ലോഡ് ഈസ് മോർ ഓർ ലെസ് കോൺസ്റ്റൻറ്റ്. കൂളിംഗ് ലോഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്, മോർ ഓർ ലെസ്, ചെറിയ വേരിയേഷൻ ഒക്കെ വരാം, എന്നാൽ വലിയ വേരിയേഷൻ ഒന്നും വരാതെ മോർ ഓർ ലെസ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവുകൾ നമ്മൾ യൂസ് ചെയ്തത്. ഇറ്റ് ക്യാൻ യൂസ് ഇൻ പ്ലാന്റ്സ് ഓഫ് കപ്പാസിറ്റി അപ് ടു 30 kW സച്ച് ആസ് മിൽക്ക് കൂളർ. അത്ര ഏരിയാസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മെയിൻലി പ്രിസൈസ് ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ കൺട്രോൾ ആവശ്യമായി വരുന്ന ഇവാപ്പറേറ്റർ പ്രഷർ കൃത്യമായിട്ട് അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കും. കൃത്യമായിട്ട് ആ പ്രഷറിൽ തന്നെ, അല്ലെങ്കിൽ ആ പ്രഷർ മീൻസ് ആ പർട്ടിക്കുലർ ഇവാപ്പറേറ്റർ ടെമ്പറേച്ചർ, അതിനനുസരിച്ചിട്ട് കൃത്യമായി അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ടെമ്പറേച്ചർ എപ്പോഴും ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്ന സമയത്ത്, വളരെ പ്രിസൈസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട അവസ്ഥ വരുന്ന ഏരിയാസ് നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് യൂസ് ചെയ്യാം. അതാണ് നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അതുപോലെ കൂളിംഗ് ലോഡ് കോൺസ്റ്റൻ്റ് ആയി വരുന്ന അവസ്ഥയിൽ അവിടെയും ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ്. പേര് കേട്ടിട്ട് നിങ്ങൾ നോക്കണ്ട, ഇത് ടെമ്പറേച്ചറുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ഇവിടെ വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ ബട്ട് പ്രഷറിനെ ഡിപ്പെൻഡ് ആണ്. അതുകൊണ്ടാണ് കോൺസ്റ്റന്റ് പ്രഷർ എക്സ്പാൻഷൻ വാൽവ് എന്ന് പറയുന്നത്. ഇവിടെ ടെമ്പറേച്ചർ തെർമോസ്റ്റാറ്റിക് എന്നുള്ള പേര് കേട്ട് നിങ്ങൾ ടെമ്പറേച്ചറുമായിട്ട് അതിനെ ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ ബന്ധമുണ്ട്, ബട്ട് ടെമ്പറേച്ചർ ഓപ്പറേറ്റഡ് അല്ല ഈ എക്സ്പാൻഷൻ വാൽവ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് അതേപോലെ തന്നെയാണ്, വലിയ കൺസ്ട്രക്ഷനിൽ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇതുപോലത്തെ ഒരു കേസിംഗ് ഉണ്ട്, റെഫ്രിജറൻ്റ് ഇൻ ചെയ്യാനുള്ള ഒരു പോർട്ട് ഉണ്ട്, അതുപോലെ ഔട്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് ഉണ്ട്. ഇതുപോലെ നമ്മൾ പറഞ്ഞ ഡയഫ്രം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡയഫ്രത്തിൻ്റെ ഓർത്തിരിക്കുക, ഡയഫ്രത്തിൻ്റെ താഴെ ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ പുഷ് റോഡും അതുപോലെ സ്പ്രിങ്ങും അഡ്ജസ്റ്റിംഗ് സ്ക്രൂവും കൊടുത്തിട്ടുള്ളത്. ഡയഫ്രത്തിൻ്റെ മുകൾ ഭാഗം എന്ന് പറയുന്നത് വിച്ച് ഈസ് കണക്റ്റഡ് ടു എ ഫീലർ ബൾബ്. ഓക്കെ, ഒരു ഫീലർ ബൾബിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേര്, ഈ മുകൾ ഭാഗത്തിന് നമ്മൾ വിളിക്കുന്ന പേര് പവർ എലമെൻ്റ് എന്നാണ്. അതാണ് പവർ എലമെൻറ്റ് എന്ന പേരിലാണ് എന്ത് ചെയ്യുക, ഈ ഒരു മുകൾ ഭാഗത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് ഒന്ന് ഈ ഫീലർ ബൾബിലെ പ്രഷറാണ് ഇതിവിടെ ആക്ട് ചെയ്യുന്നത്, അത് PB. ദെൻ ഇവിടെ താഴെ ഭാഗത്ത് ആക്ട് ചെയ്യുന്നത് അറിയാം, ഇവിടെ ഇവാപ്പറേറ്റർ വരുന്നുണ്ട്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവാപ്പറേറ്റർ പ്രഷർ വരുന്നുണ്ട്. പിന്നെ കൂടാതെ ഇവിടെ നമ്മുടെ ആര് വരുന്നുണ്ട്, സ്ക്രൂ യൂസ് ചെയ്ത് സ്പ്രിങ്ങിനെ ടൈറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട് അല്ലേ, സ്പ്രിങ് ഫോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, താഴെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാൽവ് ഇങ്ങനെ ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഈ വാൽവ് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഈ പോർട്ടിൽ ക്ലോസ്ഡ് ആയി നിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ PB എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എന്താവണം, PS പ്ലസ് PE അല്ലേ, PS പ്ലസ് PE. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഈ ഫീലർ ബൾബ് നോക്കിക്കേ, ഫീലർ ബൾബ് ഇവാപ്പറേറ്റർ കോയിലിൻ്റെ ഏറ്റവും അവസാനം എന്ത് ചെയ്തിട്ട് അവസാനമായിട്ടാണ് ഈ ഫീലർ ബൾബുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവാപ്പറേറ്റർ കോയിലിനെ ഏറ്റവും അവസാനമായിട്ട് ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഫീലർ ബൾബിനെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് നേരെ എങ്ങോട്ടാണ് പോകുന്നത്, കംപ്രസറിലേക്കാണ് പോകുന്നത്. റെഫ്രിജറൻ്റ്, ഹൈ പ്രഷർ റെഫ്രിജറൻ്റ് ഇതിലൂടെ വരുന്നു, ഈ പാസേജിലൂടെ പോകുന്ന സമയത്ത് ലോ പ്രഷർ ലിക്വിഡ് റെഫ്രിജറൻ്റ് ആയി വരുന്നു, ഇവാപ്പറേഷൻ പ്രഷറിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവാപ്പറേഷൻ നടന്നിട്ടുണ്ടായിരിക്കും. എന്നാൽ ഇവാപ്പറേഷൻ മാത്രമല്ല അവിടെ നടക്കുന്നത്, ഇവാപ്പറേഷൻ കഴിഞ്ഞിട്ട് ബാക്കി, അതായത് ഈ ഒരു ഏരിയയിലേക്ക് എത്തുമ്പോഴേക്കും കംപ്ലീറ്റ് ലിക്വിഡും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വേപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ബാക്കി ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്നാലും നമ്മൾ വെച്ചിട്ടുള്ള ടെമ്പറേച്ചർ, വസ്തുക്കളുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ ഏരിയയിൽ ടെമ്പറേച്ചർ സ്വാഭാവികമായിട്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെക്കാട്ടും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹീറ്റ് എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഇവാപ്പറേറ്റർ അതിൽ വെച്ചിട്ടുള്ള മെറ്റീരിയൽസുമായിട്ടുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും ഇവാപ്പറേഷൻ കഴിഞ്ഞിട്ടും എന്ത് ചെയ്യും, അതിൽ നിന്ന് എന്ത് ചെയ്യും, ഹീറ്റ് അബ്സോർബ് ചെയ്യും. അങ്ങനെ സാച്ചുറേഷൻ കണ്ടീഷനിലുള്ള വേപ്പർ റെഫ്രിജറൻ്റ് ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ എത്തിയിട്ടുണ്ടായിരിക്കും. കൂടാതെ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു മുകൾ ഭാഗത്ത് ഫീലർ ബൾബ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ,
ഒരു പൈപ്പ് വഴി ഫീലർ ബൾബ് കൊടുത്തിട്ടുണ്ട്. ഈ ഫീലർ ബൾബിൽ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ഫീലർ ബൾബിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ളത് നോർമലി ഏത് റെഫ്രിജറൻ്റ് ആണോ ഇതിലൂടെ പാസ് ചെയ്യുന്നത് അതേ റെഫ്രിജറൻറ്റിനെ ആയിരിക്കും എന്ത് ചെയ്യുക ഈ ഫീലർ ബൾബിലും നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഫീലർ ബൾബിൻ്റെ പ്രഷർ ഏതാണോ, ഫീലർ ബൾബിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള പ്രഷറായിരിക്കും ഫീലർ ബൾബിൽ ഉണ്ടായിരിക്കുക. ആ പ്രഷറാണ് എന്ത് ചെയ്യുക ഈ മുകൾ ഭാഗത്ത് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവാപ്പറേറ്ററിൻ്റെ ടെമ്പറേച്ചർ ഏതാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇവാപ്പറേറ്റർ പ്രഷർ ഉണ്ടാവുക, അതാണ് ഇവിടെ താഴെ ആക്ട് ചെയ്യുക. കൂടാതെ ഈ സ്പ്രിംഗ് പ്രഷറും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ബാലൻസ്ഡ് ആവുന്ന അവസ്ഥയിലാണ് ഇത് രണ്ടും ഇങ്ങനെ നിൽക്കുന്നത്. ഇനി നമുക്ക് കാര്യങ്ങൾ നോക്കാം. തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ TXV എന്ന പേരിൽ അറിയപ്പെടും. ഇറ്റ് ഈസ് എ വേരിയബിൾ റെസ്ട്രിക്ഷൻ ടൈപ്പ് എക്സ്പാൻഷൻ ഡിവൈസ്. വേരിയബിൾ റെസ്ട്രിക്ഷൻ ടൈപ്പ് ആണ്, നിങ്ങൾക്കറിയാം. ഇറ്റ്സ് നെയിം ഈസ് മിസ്ലീഡിംഗ് ബിക്കോസ് കൺട്രോൾ ഈസ് നോട്ട് ആക്ച്വേറ്റഡ് ബൈ ദ ടെമ്പറേച്ചർ ഇൻ ദ ഇവാപ്പറേറ്റർ ബട്ട് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സൂപ്പർ ഹീറ്റ് ഓഫ് ദ വേപ്പർ റെഫ്രിജറന്റ് ലീവിംഗ് ദ ഇവാപ്പറേറ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിക്കലും എന്തല്ല, തെർമോസ്റ്റാറ്റിക് മീൻസ് ദ ടെമ്പറേച്ചർ, ഇവാപ്പറേറ്ററിലെ ടെമ്പറേച്ചറുമായിട്ട് അതിന് ബന്ധമല്ല മീൻസ് അല്ലെങ്കിൽ ആ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നമ്മുടെ ഈ വാൽവ് എന്ത് ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആക്ച്വേഷൻ നടക്കുന്നത്. പക്ഷേ എങ്ങനെയാണ് നടക്കുന്നത്? ബട്ട് ബൈ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സൂപ്പർ ഹീറ്റ് ഓഫ് ദ വേപ്പർ റെഫ്രിജറന്റ് ലീവിംഗ് ദ ഇവാപ്പറേറ്റർ. നമ്മൾ പറഞ്ഞു ഇവിടെ എന്ത് ചെയ്യും, സൂപ്പർ ഹീറ്റിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇവാപ്പറേറ്ററിൽ ഇവാപ്പറേഷൻ നടക്കേണ്ട ടെമ്പറേച്ചർ ഫോർ എക്സാമ്പിൾ 4 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. എന്നാൽ നിങ്ങൾക്ക് അറിയാം 4 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമല്ല ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇവാപ്പറേറ്റർ എവിടെയാണ് ആ ഏരിയയിൽ വെച്ചിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്ന് എന്ത് ചെയ്യും, അതിൻ്റെ ടെമ്പറേച്ചർ എന്തായാലും ഈ 4 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടും കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും, ഈ 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വേപ്പർ റെഫ്രിജറന്റ് ഇവിടെയൊക്കെ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ടാവും, കംപ്ലീറ്റ് വേപ്പർ ആയിട്ടുണ്ടായിരിക്കും. ബട്ട് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. അതെന്ത് ചെയ്യും, ഇവിടെ വെച്ചിട്ടുള്ള ബാക്കിയുള്ളതിൽ നിന്ന് ഹീറ്റിനെ വീണ്ടും അബ്സോർബ് ചെയ്ത് അതിന് ടെമ്പറേച്ചർ കൂട്ടും. അപ്പോൾ ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സൂപ്പർ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് 4 ഡിഗ്രി സെൽഷ്യസിൽ അതെന്താണ്, സാച്ചുറേറ്റ് ആണ്, കംപ്ലീറ്റ്ലി അത് വേപ്പറാണ്, സാച്ചുറേറ്റഡ് വേപ്പറാണ്. ആ സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെ ടെമ്പറേച്ചർ ഫർദർ വീണ്ടും ഇവാപ്പറേറ്ററിൻ്റെ അവസാനമെത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ഇൻക്രീസ് ചെയ്യപ്പെടുന്നു അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ ഹീറ്റിങ്ങിൻ്റെ എമൗണ്ട് എത്രയാണോ, ഓക്കെ, ആ സൂപ്പർ ഹീറ്റിങ്ങിൻ്റെ എമൗണ്ട് എത്രയാണോ അതിന് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഫീലർ ബൾബിൽ ആ എമൗണ്ട് എത്രയാണ് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഫീലർ ബൾബ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടാണ് ഫീലർ ബൾബിൽ പ്രഷർ ഉണ്ടാവുക. ആ പ്രഷറാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് സൂപ്പർ ഹീറ്റ് ഓഫ് ദ വേപ്പർ റെഫ്രിജറന്റ് ലീവിംഗ് ദ ഇവാപ്പറേറ്റർ. ഇവാപ്പറേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വേപ്പർ റെഫ്രിജറൻറ്റിൻ്റെ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എത്രയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കാൾഡ് എ സൂപ്പർ ഹീറ്റ് കൺട്രോൾ വാൽവ് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വിളിക്കാം. കാരണം അതിനനുസരിച്ച് അതാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും. ഇറ്റ് റെസ്പോൺസ് ടു ദ ടെമ്പറേച്ചർ ഓഫ് വേപ്പർ ലീവിംഗ് ദ ഇവാപ്പറേറ്റർ ആൻഡ് പ്രഷർ ഇൻ ദ ഇവാപ്പറേറ്റർ. അതായത് ഇവാപ്പറേറ്ററിൽ നിന്ന് പുറത്തു വരുന്ന വേപ്പർ റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവാപ്പറേറ്റർ പ്രഷറിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൺസ്ട്രക്ഷൻ എന്താണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഡയഫ്രം വിത്ത് സെൻട്രലി കണക്റ്റഡ് വാൽവ്, അഡ്ജസ്റ്റിംഗ് സ്ക്രൂ വിത്ത് എ സ്പ്രിംഗ് ആൻഡ് ഫീലർ ബൾബ് കണ്ടെയ്നിങ് പവർ ഫ്ലൂയിഡ്. പവർ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ആ ലിക്വിഡ് റെഫ്രിജറൻറ്റ്, നമ്മുടെ ഫീലർ ബൾബിൽ ഫില്ല് ചെയ്യുന്ന ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് പവർ ഫ്ലൂയിഡ് എന്ന് കേട്ടോ. അപ്പോൾ അത് നോർമലി ലിക്വിഡ് റെഫ്രിജറൻ്റ് ആയിരിക്കും. ഏത് റെഫ്രിജറൻ്റ് ആണോ നമുക്ക് അവിടെ യൂസ് ചെയ്യുന്നത് ആ റെഫ്രിജറൻ്റ് തന്നെ ആയിരിക്കും ആ ഫീലർ ബൾബിൽ ഫില്ല് ചെയ്യുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് പവർ ഫ്ലൂയിഡ്. ലിക്വിഡ് രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. വിച്ച് ഈസ് ക്ലാംപ് ടു ദ ഔട്ട്ലെറ്റ് ഓഫ് ദി ഇവാപ്പറേറ്റർ. അതെന്ത് ചെയ്യുന്നുണ്ട്, ഇവാപ്പറേറ്ററിൻ്റെ ഔട്ട്ലെറ്റുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാമ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വർക്കിംഗ് നോക്കാം. ദ പ്രഷർ ഓഫ് ദ പവർ ഫ്ലൂയിഡ്, പ്രഷർ ഓഫ് ദ പവർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഫീലർ ബൾബിലുള്ള ഫ്ലൂയിഡിൻ്റെ പ്രഷർ വിച്ച് ആക്ട്സ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഡയഫ്രം. അത് ഡയഫ്രത്തിൻ്റെ ടോപ്പിലാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇവാപ്പറേറ്റർ പ്രഷർ ആൻഡ് സ്പ്രിംഗ് പ്രഷർ വിച്ച് ആക്ട്സ് ഓൺ ദ ബോട്ടം ഓഫ് ദ ഡയഫ്രം. ഡയഫ്രത്തിൻ്റെ ബോട്ടത്തിലാണ് സ്പ്രിംഗ് പ്രഷറും ഇവാപ്പറേറ്റർ പ്രഷറും ആക്ട് ചെയ്യുന്നത്. അത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, കൗണ്ടർ ബാലൻസ് ചെയ്യുന്നുണ്ട്.
അങ്ങനെ ആവുന്ന സമയത്ത് പി ബി സി ഈക്വൽ ടു പി എസ് പ്ലസ് പി ഇ, അപ്പോൾ വാൽവ് ക്ലോസ്ഡ് ആണ്. എന്നാൽ കൂളിംഗ് ലോഡ് ഇൻക്രീസ് ചെയ്യുക. കൂളിംഗ് ലോഡ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കുക, കൂളിംഗ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്ന അവസ്ഥ, കൂളിംഗ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്ന അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതാണ്, കൂളിംഗ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്ന അവസ്ഥയിൽ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കൂടും. ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എന്ന് പറയുന്നത് കൂടും. അതായത് ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന കൂളിംഗ് ലോഡ് കൂടുതൽ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഈ റെഫ്രിജറൻറ്റ് അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഹീറ്റൊക്കെ എന്ത് ചെയ്യും? ഇതിലെ ടെമ്പറേച്ചർ ആ ഇവിടെ വെച്ചിട്ടുള്ള പ്ലേസിൽ വെച്ച് ഇവിടെ വെച്ചിട്ടുള്ള മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചറിനെക്കാട്ടും കുറവായിരിക്കും സ്വാഭാവികമായിട്ടും ഇവിടെ വേപ്പർ റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചർ. അപ്പോൾ ഇതിലെ കൂളിംഗ് ലോഡ് കൂട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുള്ള ഹീറ്റിനൊക്കെ എന്ത് ചെയ്യും? ഇതിങ്ങനെ കൂടുതൽ ഇങ്ങനെ വലിച്ചെടുക്കാൻ ശ്രമിക്കും. അപ്പോൾ കൂടുതൽ എന്ത് ചെയ്യും? അത് സാച്ചുറേഷൻ ടെമ്പറേച്ചറിനെക്കാട്ടും കൂടുതൽ എന്ത് ചെയ്യും? അതിങ്ങനെ ഹീറ്റിനെ വലിക്കും. കൂടുതൽ സൂപ്പർ ഹീറ്റിംഗ് അതിന് കിട്ടും. അപ്പോൾ കൂടുതൽ സൂപ്പർ ഹീറ്റിംഗ് കിട്ടിയാൽ അത് എവിടെ സെൻസ് ആവും? നമ്മുടെ ഈ ഫീലർ ബൾബിൽ സെൻസ് ആവും. കാരണം ഫീലർ ബൾബ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇവാപ്പറേറ്ററിൻ്റെ ഔട്ട്ലെറ്റിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ കൂടുതൽ ടെമ്പറേച്ചർ വരികയാണ്. നമ്മുടെ ഔട്ട്ലെറ്റിൽ വേപ്പർ റെഫ്രിജറൻറ്റ് ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്, സാച്ചുറേഷനെക്കാട്ടും കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ആ ടെമ്പറേച്ചർ എന്താവും? സെൻസ് ആവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ പ്രഷർ, ഫീലർ ബൾബിലെ പ്രഷർ എന്ത് ചെയ്യും? കൂടും. അത് കറസ്പോണ്ടിങ് ആയിട്ട് എവിടെ ട്രാൻസ്ഫർ ആവും? ഇവിടെ ട്രാൻസ്ഫർ ആവും. ഇവിടെ ട്രാൻസ്ഫർ ആവുക മീൻസ് ഇവിടേക്ക് എത്തും, മുകൾ ഭാഗത്തെത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫീലർ ബൾബിലെ പ്രഷർ ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളിവിടെ ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഫീലർ ബൾബിലെ പ്രഷറിനെക്കാട്ടും അത് എന്ത് ചെയ്യും? അത് കൂടും. അങ്ങനെ കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഡയഫ്രം എന്ത് ചെയ്യും? താഴേക്ക് താഴും. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഈ വാൽവ് ഇങ്ങനെ ഫർദർ ഇങ്ങനെ ഓപ്പണിങ് വരും. അപ്പോൾ ഇവിടെയുള്ള ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇതിലൂടെ വന്ന് എക്സ്പാൻഡ് ചെയ്ത് ഇവാപ്പറേറ്റർ പ്രഷറിലെത്തി വീണ്ടും ഇവാപ്പറേറ്ററിലേക്ക് എത്തും. ഇവാപ്പറേറ്ററിലേക്ക് എത്തിക്കുമ്പോൾ കൂടുതൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യും? നമ്മുടെ ഇവാപ്പറേറ്ററിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്ററിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ കൂടുതൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്ററിൽ വരുമ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള കൂടുതൽ കൂളിംഗ് ലോഡിന് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ടേക്കപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ താഴെ എത്തുന്ന സമയത്ത് ഇവിടുത്തെ ലിക്വിഡ് റെഫ്രിജറൻറ്റിൻ്റെ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എന്ത് ചെയ്യാൻ പറ്റും? കുറയാൻ പറ്റും. അത് എപ്പോഴാണോ നമ്മൾ ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സൂപ്പർ ഹീറ്റ്, ഫീലർ ബൾബിൽ നമ്മൾ ആൾറെഡി ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നോർമലി അതൊരു 5 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്? സെറ്റ് ചെയ്ത് വെക്കാറ്. അപ്പോൾ 5 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടും കൂടുതൽ ഇവിടെ സൂപ്പർ ഹീറ്റിംഗ് നടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ പ്രഷർ കൂടും. ഇവിടുത്തെ ഫീലർ ബൾബിലെ പ്രഷർ കൂടും. സ്വാഭാവികമായിട്ടും ഇത് താഴേക്ക് താഴും. ഓക്കെ, ആണ് ഇവാപ്പറേറ്റർ പ്രഷറിനെക്കാട്ടും കൂടുതൽ എന്ത് ചെയ്യും? ആ പ്രഷർ ഇവാപ്പറേറ്റർ പ്രഷറിനെക്കാട്ടും കൂടുതൽ ആ പ്രഷർ വരും. അപ്പോൾ അത് താഴും. കൂടുതൽ റെഫ്രിജറൻറ്റിനെ അഡ്മിറ്റ് ചെയ്യും. കൂടുതൽ റെഫ്രിജറൻറ്റ് ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സൂപ്പർ ഹീറ്റിൻ്റെ അളവ് കുറഞ്ഞ് വരും. ഓക്കെ, അതാണ് കൂളിംഗ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നടക്കുന്നത്. ദ ഡയഫ്രം ഡിഫ്ലക്ട്സ് ഡൗൺവേർഡ് മൂവിങ് ദ വാൽവ് ഓഫ് ദ വാൽവ് സീറ്റ്. ഓക്കെ, വാൽവ് ഓഫ് ദി വാൽവ് സീറ്റ്. മോർ ക്വാണ്ടിറ്റി ഓഫ് റെഫ്രിജറൻറ്റ് എൻറ്റേഴ്സ് ദ വാൽവ് ആൻഡ് എക്സ്പാൻഡ്സ് ഓർ ത്രോട്ടിൽ ത്രൂ ദ വാൽവ് ഓപ്പണിംഗ് ഇൻ ടു ദ ഇവാപ്പറേറ്റർ. കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് റെഫ്രിജറൻറ്റ് എന്ത് ചെയ്യും? അതിലൂടെ ആ വാൽവ് ഓപ്പണിങ്ങിലൂടെ പോയി വാൽവ് ഓപ്പണിങ്ങിലൂടെ കടന്നു വരും. ആ ഓപ്പണിങ്ങിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ത്രോട്ട്ലിംഗ് നടക്കും. ഓക്കെ, എക്സ്പാൻഷൻ നടക്കും. വെൻ ദ കൂളിംഗ് ലോഡ് ഡിക്രീസസ്, കൂളിംഗ് ലോഡ് കുറയുക മീൻസ് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റിൻ്റെ അളവ് എന്ത് ചെയ്യുക? അത് കുറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ബൾബിലെ പ്രഷർ, ഫീലർ ബൾബിലെ പ്രഷർ എന്ത് ചെയ്യും? കുറയും. കാരണം ഔട്ട്ലെറ്റിൽ വരുന്ന ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് കുറയാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരുന്ന ടെമ്പറേച്ചർ, വേപ്പർ റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചർ കുറവ്. വേപ്പർ റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചർ കുറയുമ്പോൾ അതിനനുസരിച്ച് ഇവിടെ വെച്ചിട്ടുള്ള ലിക്വിഡ് റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഇവിടെ ഫിൽ ചെയ്ത് വെച്ചിട്ടുള്ള റെഫ്രിജറൻറ്റിൻ്റെ ടെമ്പറേച്ചറും കുറയും. സ്വാഭാവികമായിട്ടും പ്രഷറും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രഷർ കുറയും. പ്രഷർ കുറഞ്ഞാൽ അതിവിടെ എന്ത് ചെയ്യും? എഫക്റ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ പ്രഷർ കുറയുമ്പോൾ ഈ ഭാഗം എന്ത് ചെയ്യും? ഇവിടുത്തെ പ്രഷർ കൂടുതലായിരിക്കുന്നതിനെക്കാട്ടും ഇതെന്ത് ചെയ്യും? പി ഇ പ്ലസ് പി എസ് ഇതിനെ മുകളിലേക്ക് തള്ളും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വാൽവ് എന്ത് ചെയ്യും? വാൽവ് ഇങ്ങനെ ഫർദർ ഇങ്ങനെ പോയിട്ട് ക്ലോസ് ചെയ്യും. ഓക്കെ, അപ് ടു ആ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എത്രയാണോ അതാവുന്നത് വരെ എന്ത് ചെയ്യും? അങ്ങനെ ക്ലോസിങ് നടക്കും. Diaphragm deflects upward and pulling up the valve and thus narrowing the valve opening. ആ വാൽവ് ഓപ്പണിങ്ങിന് എന്ത് ചെയ്യും? നാരോ ചെയ്യും. അപ്പോൾ കൂളിംഗ് ലോഡ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ട? അവിടെ കൂടുതൽ റെഫ്രിജറൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. സിമ്പിൾ ലോജിക്കാണത്. കൂളിംഗ് ലോഡ് കൂടുതൽ സാധനത്തിന് കൂൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല.
അതുകൊണ്ട് കൂടുതൽ റെഫ്രിജറൻ്റ് അവിടെ എത്തണ്ട. എന്നാൽ കൂളിംഗ് ലോഡ് കൂടുന്ന സമയത്ത്, അതായത് കൂടുതൽ ആളെ കൂൾ ചെയ്യേണ്ട സമയത്ത്, കൂടുതൽ ഏരിയയെ കൂൾ ചെയ്യേണ്ട സമയത്ത് കൂടുതൽ റെഫ്രിജറൻ്റ് നമുക്ക് ആവശ്യമായി വരും. അപ്പോൾ അന്നേരം കൂടുതൽ ഓപ്പൺ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ചെയ്യാൻ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ഉപയോഗിച്ചിട്ട് സാധ്യമാണ്. ഏതൊരു കണ്ടീഷനിലും ആയിക്കോട്ടെ കൂളിംഗ് ലോഡ് നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ലെസ് ക്വാണ്ടിറ്റി ഓഫ് റെഫ്രിജറൻറ്റ് ഫ്ലോസ് ഇൻ അൺടിൽ ദ സ്റ്റേറ്റ് ഓഫ് ബാലൻസ് ഈസ് റീച്ച്ഡ്. ആ ബാലൻസ് റീച്ച് ചെയ്യുന്നത് വരെ അതിലൂടെ എന്ത് ചെയ്യും, ഇത്തരത്തിൽ റെഫ്രിജറൻ്റ് എന്ത് ചെയ്യും, പാസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് എന്ത് ചെയ്യുന്നുണ്ട്, 3 ഫങ്ഷൻസ് അവിടെ ചെയ്യുന്നുണ്ട്. ഒന്ന് ത്രോട്ട്ലിംഗ് ഫംഗ്ഷൻ. ത്രോട്ട്ലിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ സൈഡിൽ നിന്ന് ലോ പ്രഷർ സൈഡിലേക്ക്, അതായത് ഹൈ പ്രഷർ സൈഡിലുള്ള കണ്ടൻസറിലുള്ള ഹൈ പ്രഷർ വേപ്പർ ലിക്വിഡ് റെഫ്രിജറൻറ്റിൽ ലോ പ്രഷർ ആയിട്ടുള്ള ഇവാപ്പറേറ്ററിൽ ആവശ്യമായിട്ടുള്ള ലോ പ്രഷറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ത്രോട്ട്ലിംഗ് ഫംഗ്ഷൻ. അതാണ് ബൈ സെപ്പറേറ്റിംഗ് എ ഹൈ പ്രഷർ സൈഡ് ഫ്രം ദ ലോ പ്രഷർ സൈഡ് ഓഫ് ദ സിസ്റ്റം. അതാണ് ആദ്യത്തേത്. രണ്ടാമത്തെ എന്താണ്, മോഡുലേറ്റിംഗ് ഫംഗ്ഷൻ ബൈ പ്രിവെൻറ്റിംഗ് ഫ്ലഡിങ് ആൻഡ് സ്റ്റാർവിങ് ഓഫ് ഇവാപ്പറേറ്റർ. അതായത് ഫ്ലഡിങ് അതുപോലെ തന്നെ സ്റ്റാർവിങ്, ഈ 2 കണ്ടീഷന് ഇവാപ്പറേറ്ററിൽ വരുത്താതെ നോക്കുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞു ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിൽ അവിടെ ഇവാപ്പറേറ്ററിൻ്റെ പ്രഷർ കോൺസ്റ്റൻ്റ് ആയി നിലനിർത്തുക, അല്ലെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി നിലനിർത്തുക എന്നുള്ളതാണ് അവിടുത്തെ ഉദ്ദേശം. അതാണ് ഉദ്ദേശം. അപ്പോൾ അവിടെ ആ ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കാനും അല്ലെങ്കിൽ അവിടുത്തെ പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കാനും എത്ര ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യണം അത്രയും അവിടേക്ക് ഫ്ലോ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് ചില സമയത്ത് എന്ത് ചെയ്യാം, അവിടെ സ്റ്റാർവിങ് ചെയ്യാം, അതായത് വേണ്ടത്ര ലിക്വിഡ് റെഫ്രിജറൻറ്റ് എത്താത്തൊരവസ്ഥ വരും. എപ്പോൾ കൂളിംഗ് ലോഡ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ കൂളിംഗ് ലോഡ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള റെഫ്രിജറൻറ്റ് അങ്ങോട്ട് കയറി പോകാൻ, അങ്ങനെ ഫ്ലഡഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഫംഗ്ഷന് നമ്മളെ ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എക്സ്പാൻഷൻ വാൽവ് നടക്കില്ല. അത് എവിടെ നടക്കുന്നുണ്ട്, ആ ഒരു മോഡുലേറ്റിംഗ് ഫംഗ്ഷൻ എവിടെ നടക്കുന്നുണ്ട്, തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് നടക്കുന്നുണ്ട് ബൈ പ്രിവെൻറ്റിംഗ് ഫ്ലഡിങ് ആൻഡ് സ്റ്റാർവിങ് ഓഫ് ഇവാപ്പറേറ്റർ. ദെൻ നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് കൺട്രോളിംഗ് ഫംഗ്ഷൻ. കൺട്രോളിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈ മീറ്റിംഗ് ദ ലോഡ് വേരിയേഷൻസ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ കോൺസ്റ്റന്റ് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് ഇൻ ദി ഇവാപ്പറേറ്റർ. കൺട്രോളിംഗ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലോഡ് അനുസരിച്ച് കൃത്യമായിട്ട് ലോഡ് വേരിയേഷൻസ് എന്തെല്ലാമാണ് ഇവാപ്പറേറ്ററിൽ നടക്കുന്നത് അതിനനുസരിച്ചിട്ട് ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ എന്ത് ചെയ്യണം, അതിലേക്ക് കടത്തിവിടണം. അതെങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നത്, ബൈ മെയിൻറ്റെയിനിങ് ദ കോൺസ്റ്റന്റ് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് ഇൻ ദ ഇവാപ്പറേറ്റർ. അപ്പോൾ ഇവാപ്പറേറ്ററിൽ നമ്മൾ ആൾറെഡി ഒരു കോൺസ്റ്റന്റ് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സൂപ്പർ ഹീറ്റിൻ്റെ അളവ് വരെ അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോഡ് വേരിയേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 3 ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ത്രോട്ട്ലിംഗ് ഫംഗ്ഷൻ, മോഡുലേറ്റിംഗ് ഫംഗ്ഷൻ, കൺട്രോളിംഗ് ഫംഗ്ഷൻ. ദെൻ ആപ്ലിക്കേഷൻസ് എന്താണ്, വൈഡ്ലി ആണ്. ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാൽവാണ് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ്. എയർ കണ്ടീഷനിങ്ങിലായാലും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിലായാലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള TXVs ആണ്, അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവുകളാണ്. ദെൻ നമ്മൾ പറഞ്ഞു അടുത്തൊരു എക്സ്പാൻഷൻ ഡിവൈസ് ആണ് കാപ്പിലറി ട്യൂബ്. നമ്മുടെ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റേഴ്സ് അല്ലെങ്കിൽ എയർ കണ്ടീഷനേഴ്സിലൊക്കെ കാണുന്ന ഒരാളാണ് കാപ്പിലറി ട്യൂബ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കണ്ടൻസറിൽ നിന്ന് നമുക്കൊരു ലിക്വിഡ് ലൈൻ ഉണ്ടാവും. കണ്ടൻസറിൽ നിന്ന് അത് നേരെ ഒരു സ്ട്രെയിനർ കൊടുത്തിട്ടുണ്ടാവും. ഡ്രയർ ഉണ്ടായിരിക്കും. ഡ്രയർ അതായിരിക്കും അതിൻ്റെ ഇൻലെറ്റ്. അതിലൂടെ പിന്നെ ആ ഒരു പാസേജ് എന്ന് പറയുന്നത് വളരെ നാരോ ഏരിയ ഉള്ള ഒരു പാസേജാണ്. ഏകദേശം ഒരു 0.25 mm മുതൽ ഒരു 2.5 mm ആണ് ഈ ഒരു കാപ്പിലറി ട്യൂബിൻ്റെ, ഇതിങ്ങനെ കോയിൽ രൂപത്തിലാണ് കൊടുത്തിട്ടുണ്ടാവുക. ഈ കാപ്പിലറി ട്യൂബിൻ്റെ ഡയമീറ്റർ വേരി ചെയ്യുക. ഒരു 0.25 mm മുതൽ 2.5 mm വരെ. അപ്പോൾ ഇത്രയും വലിയൊരു ഡയമീറ്റർ ട്യൂബിൽ നിന്ന് ഇത്രയും ചെറിയ നാരോ ആയിട്ടുള്ള ഒരു ട്യൂബിലേക്കാണ് ആര് കയറുന്നത്, നമ്മളെ ലിക്വിഡ് റെഫ്രിജറൻറ്റ് കയറുന്നത്. അങ്ങനെ കയറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെ പ്രഷറിൽ ഒരു റിഡക്ഷൻ സംഭവിക്കും. പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നാരോ പാസേജിലൂടെ പോകുന്ന സമയത്ത് കൂടുതൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഈ ഒരു റെഫ്രിജറൻറ്റ് ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ
പ്രഷർ കുറഞ്ഞു വരുന്നത്. ഇവിടെ നിന്ന് വരുമ്പോൾ ഹൈ പ്രഷറിലായിരിക്കും. ബട്ട് ത്രൂ ഈ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്, ഇത്രയും ലെങ്ത്തിലുള്ള ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിന് എന്ത് ചെയ്യണം, അത് ഓവർകം ചെയ്ത് വേണം ഇങ്ങോട്ടെത്താൻ. അങ്ങനെ ഓവർകം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും ഇവിടെ പ്രഷർ റിഡക്ഷൻ നടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് എത്ര ലെങ്ത് ആണോ ഉള്ളത് അത്രയും ലെങ്ത്തിൽ എന്ത് ചെയ്യും, അത്ര ലെങ്ത് കൂടുന്തോറും ആ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കൂടി വരും. അതുപോലെ തന്നെ ഈ ഡയമീറ്റർ കുറയും തോറും ഈ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, കൂടി വരും. അതുകൊണ്ട് അത്രയും ഏരിയയിൽ എന്ത് ചെയ്യും, അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, പ്രഷർ റിഡക്ഷൻ എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിൽ നടക്കും. അപ്പോൾ നമുക്ക് ഏതാണെന്നുള്ളത് ആൾറെഡി ഈ ഡയമീറ്ററും അതുപോലെ തന്നെ ഈ ലെങ്ത് ഓഫ് കാപ്പിലറി ട്യൂബൊക്കെ നമ്മൾ ആൾറെഡി ബൈ ഫോർമുലാസും കാൽക്കുലേഷനൊക്കെ വെച്ചിട്ട്, എക്സ്പെരിമെൻറ്റ് കാൽക്കുലേഷനൊക്കെ വെച്ചിട്ട് അതൊക്കെ നമ്മൾ ആൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ ഡയമീറ്റർ അതുപോലെ ഇതിൻ്റെ ലെങ്ത് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ നോർമലി ഇതെന്താണ്, ഇത് വേറെ ടൈപ്പാണ്. ഇറ്റ് ഈസ് എ ഫിക്സഡ് റെസ്ട്രിക്ഷൻ ടൈപ്പ് എക്സ്പാൻഷൻ ഡിവൈസ് ആണ്. അതിൽ ഏരിയ ഓഫ് ഫ്ലോ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ് ത്രൂ ഔട്ട് ദ ഡിവൈസ്. എന്നാൽ നിങ്ങൾ മറ്റു സമയത്ത് നമ്മളെ എക്സ്പാൻഷൻ വാൽവ് ആയാലും ശരി, ഇതൊക്കെ ആയാലും ശരി, ഇവിടെയൊക്കെ നിങ്ങൾക്കറിയാം വേരി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇവാപ്പറേറ്ററിലെ പ്രഷറോ ഇവാപ്പറേറ്റർ ഇവിടുത്തെ കണ്ടീഷനെ മീറ്റ് കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് കോൺസ്റ്റൻ്റ് ആക്കുന്നത് വരെ ഈ ഓപ്പണിങ്ങിലെ ഏരിയ എന്ന് പറയുന്നത് അതിങ്ങനെ വേരി ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അവിടെ അങ്ങനെ എന്ത് ചെയ്യും, എക്സ്പാൻഷൻ നടക്കും. ഏരിയ ഓഫ് പാസേജ് എന്ത് ചെയ്യാണ്, കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ ആ ഏരിയ ഓഫ് പാസേജ് മാറ്റമില്ല, വിച്ച് ഇസ് എ ഫിക്സഡ് വൺ. ബട്ട് എന്താണ്, വളരെ നാരോ ആയിട്ടുള്ള ഒന്നാണ്. കൺസ്ട്രക്ഷൻ എന്താണ്, ഇറ്റ് ഈസ് എ ഫിക്സഡ് ലെങ്ത് സ്മോൾ ഡയമീറ്റർ ട്യൂബ്. ഒരു പർട്ടിക്കുലർ ലെങ്ത്തിലുള്ള സ്മോൾ ഡയമീറ്റർ ട്യൂബാണ്. ലെങ്ത് ആൻഡ് ബോർ സൈസ് ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ് ഓഫ് ദ യൂണിറ്റ് ആൻഡ് ടൈപ്പ് ഓഫ് റെഫ്രിജറൻറ്റ്. ഏത് റെഫ്രിജറൻ്റ് ആണോ ഫ്ലോ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് യൂണിറ്റ് ആണോ, എത്ര ടൺ ഓഫ് കപ്പാസിറ്റി ആണോ നമ്മളെ റെഫ്രിജറേഷൻ യൂണിറ്റ് ഉള്ളത്, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഈ കാപ്പിലറി ട്യൂബിൻ്റെ സൈസ് അതിനനുസരിച്ച് മാറും. ജനറലി 1 മുതൽ 6 മീറ്റർ ലോങ് എന്ത് ചെയ്യും, ഈ ഒരു capillary tube വരാം. with an inside diameter 0.5 to 0.2 mm are available. Okay, working എന്താണ്, liquid refrigerant enters the capillary tube from the condenser through the strainer. As it flows through the tube, the pressure drops because of the frictional resistance and acceleration of the refrigerant. Frictional resistance ഉണ്ടാവുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്കറിയാം ഇത് വലിയൊരു ഏരിയയിൽ നിന്ന് ചെറിയൊരു ഏരിയയിലേക്കാണ്. അത് ഹൈ പ്രഷർ ഫ്ലൂയിഡ് വലിയൊരു ഏരിയയിൽ നിന്ന് ചെറിയൊരു ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടുത്തെ പ്രഷർ കുറഞ്ഞ് നമ്മുടെ റെഫ്രിജറൻ്റ് എന്ത് ചെയ്യാം, അതിൻ്റെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ അത് ആക്സിലറേഷൻ അവിടെ സംഭവിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുന്നത്. ആൾസോ ഫ്രിക്ഷൻ ഈസ് ഡ്യൂ ടു ഫ്ലൂയിഡ് വിസ്കോസിറ്റി കാരണം എന്തുണ്ടാവാം, ഫ്രിക്ഷൻ ഉണ്ടാവാം. ആൻഡ് ആക്സിലറേഷൻ ഈസ് ഡ്യൂ ടു ഫ്ലാഷിംഗ് ഓഫ് ഫ്ലൂയിഡ്. ഓക്കെ, ഈ ഒരു പോയിന്റ് നിങ്ങൾ അത്ര ആക്കണം, ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സോ ഈ ഒരു പോയിന്റ് നോക്കുക. ആസ് ഇറ്റ് ഫ്ലോസ് ത്രൂ ദ ട്യൂബ് ദ പ്രഷർ ഡ്രോപ്സ് ബിക്കോസ് ഓഫ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻറ്റ് ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദി റെഫ്രിജറൻറ്റ്. കാപ്പിലറി ട്യൂബിലെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റേഴ്സ്, മിൽക്ക് ചില്ലേഴ്സ്, ഐസ്ക്രീം ക്യാബിനറ്റ്സ് ആൻഡ് വാട്ടർ കൂളേഴ്സ്. ഇവിടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, കാപ്പിലറി ട്യൂബുകൾ നോർമലി യൂസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് വളരെ സിമ്പിളാണ് ഇൻ കൺസ്ട്രക്ഷൻ, വിത്ത് നോ മൂവിങ് പാർട്സുകളൊന്നും വരുന്നില്ല ഈ എക്സ്പാൻഷൻ ഡിവൈസിൽ. ഇറ്റ് ഡാമ്പൻസ് ദ പൾസേറ്റിംഗ് ഫ്ലോ ഓഫ് റെഫ്രിജറൻറ്റ്. പൾസേറ്റിംഗ് ഫ്ലോ എന്ന് പറയുന്ന റെഫ്രിജറൻറ്റിൻ്റെ ഒരു പൾസേറ്റിംഗ് ഫ്ലോ ഉണ്ടാവും. നമ്മുടെ പൾസേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫ്ലോ അങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കുക. എവിടെ, തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവിലും ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവിലും ഒക്കെ അത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ നമ്മൾ ആ ഫ്ലോയിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ കംപ്രസറിൻ്റെ വർക്കിംഗ് മൂലമൊക്കെ എന്ത് ചെയ്യാം, ഫ്ലോയിൽ ചിലപ്പോൾ ചില പൾസേറ്റിങ്സ്, അത് ചില പൾസുകൾ, അത് ചില വേരിയേഷൻസ് ഫ്ലോയിൽ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ ഇവിടെ ഡാമ്പൻ ചെയ്യാൻ ഈ എക്സ്പാൻഷൻ വാൽവ് ഈ കാപ്പിലറി ട്യൂബ് ഉപയോഗിച്ചിട്ട് പറ്റും. അതുപോലെ വളരെ ഇൻഎക്സ്പെൻസീവ് ആണ് മറ്റു എക്സ്പാൻഷൻ ഡിവൈസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ആൻഡ് അലോസ് പ്രഷർ ഇൻ ദ സിസ്റ്റം ടു ഇക്വലൈസ് ഡ്യൂറിങ് ടേൺ ഓഫ് സൈക്കിൾ. ലോഡ് ഓൺ ദ ഡ്രൈവിംഗ് മോട്ടോർ ഈസ് ലോ വെൻ ഇറ്റ് ഈസ് അഗെയിൻ സ്റ്റാർട്ടഡ്. അതായത് നമ്മൾ കംപ്രസർ ഓഫ് ആക്കുന്ന സമയത്ത് നമുക്കറിയാം, നമുക്ക് 2 പ്രഷർ സൈഡ് ഉണ്ട്, ഹൈ പ്രഷർ സൈഡ്, ലോ പ്രഷർ സൈഡ്. ഇവിടെ ഹൈ പ്രഷർ സൈഡ്, ലോ പ്രഷർ സൈഡ് എന്ന് പറയുന്ന 2 പ്രഷർ അവിടെ കംപ്രസർ ക്ലോസ് ചെയ്തതിന് ശേഷം, മീൻസ് കംപ്രസർ ഓഫ് ചെയ്തതിന് ശേഷവും
അങ്ങനെ ഒരു അവസ്ഥ അവിടെ നിൽക്കുകയാണെങ്കിൽ, അതായത് അങ്ങനെ ഒരു സെപ്പറേറ്റ് ബൗണ്ടറി അവിടെ നിൽക്കുകയാണെങ്കിൽ, അതായത് ഒരു ഹൈ പ്രഷർ സൈഡും ഒരു ലോ പ്രഷർ സൈഡും ആ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ വരികയാണെങ്കിൽ നമ്മൾ കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള സ്റ്റാർട്ടിങ് ടോർക്ക് വേണ്ടി വരും. കാരണം അത്രയും വലിയൊരു പ്രഷർ ഡിഫറൻസ് ആണ് അവിടെ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു പ്രഷർ ഡിഫറൻസിനെ ഓവർകം ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ആ ഒരു പ്രഷർ ഡിഫറൻസിനെ ഓവർകം ചെയ്തിട്ട് വേണം നമ്മളെ ലിക്വിഡിനെ അല്ലെങ്കിൽ ഈ കംപ്രസറിനെ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുത്തെ ലിക്വിഡ് വേപ്പറിനെ സക്ക് ചെയ്ത് ഈ ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ കണ്ടൻസറിലേക്ക് അല്ലെങ്കിൽ വേപ്പർ റെഫ്രിജറൻറ്റിനെ കണ്ടൻസറിലേക്ക് എത്തിക്കാൻ അല്ലേ. അപ്പം അത്രയും ഒരു പ്രഷർ ഡിഫറൻസ് അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ ഡ്രൈവിംഗ് മോട്ടോറിൻ്റെ ടോർക്ക് എന്ത് ചെയ്യേണ്ടി വരും, അത് അവിടെ ഉപയോഗിക്കേണ്ട ഡ്രൈവിംഗ് മോട്ടറിൻ്റെ ടോർക്ക് കൂടുതലായിട്ട് വേണ്ടി വരും, സ്റ്റാർട്ടിങ് ടോർക്ക് കൂടുതലായിട്ടുള്ള. എന്നാൽ കാപ്പിലറി ട്യൂബ് ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ ഡിവൈസിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ കണ്ടൻസർ നമ്മൾ കംപ്രസർ ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ കണ്ടൻസറിലുള്ള ഹൈ പ്രഷർ റെഫ്രിജറൻറ്റ് ത്രൂ കാപ്പിലറി ട്യൂബ് വഴി ഇവാപ്പറേറ്ററിലേക്ക് കയറും. അങ്ങനെ ഇവാപ്പറേറ്റർ സൈഡിലെയും അതുപോലെ തന്നെ കണ്ടൻസർ സൈഡിലെയും പ്രഷർ ഈക്വൽ ആവും. അതായത് ലോ പ്രഷർ സൈഡിലെയും ഹൈ പ്രഷർ സൈഡിലെയും പ്രഷർ എന്ത് ചെയ്യും, ഓൾമോസ്റ്റ് ഈക്വൽ ആകുന്ന ഒരവസ്ഥ ഈ കംപ്രസർ ഓഫ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഇക്വലൈസ് ചെയ്യുന്ന ഒരു പരിപാടി എന്ത് ചെയ്യുന്നുണ്ട്, കാപ്പിലറി ട്യൂബ് യൂസ് ചെയ്താൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കംപ്രസർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡ്രൈവിംഗ് മോട്ടോറിന് നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, കാരണം അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, അത്രയും ഡിഫറൻസിനെ ഓവർകം ചെയ്തിട്ട് വേണ്ട നമുക്ക് കംപ്രസറിൻ്റെ മോട്ടോറിനെ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കംപ്രസറിനെ ഡ്രൈവ് ചെയ്യിക്കാൻ. അപ്പോൾ അവിടുത്തെ മോട്ടോറിൻ്റെ ഡ്രൈവിംഗ് ടോർക്ക് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതാണ് ആ പോയിന്റ്. ദെൻ എന്താണ്, ലോ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഓഫ് മോട്ടോർ ഈസ് ഇനഫ് ടു ഡ്രൈവ് ദ കംപ്രസർ. നമ്മൾ പറഞ്ഞു എന്താ കാരണം എന്ന് പറഞ്ഞു. സ്യൂട്ടബിൾ ഫോർ യൂസ് ഇൻ സ്മോൾ സിസ്റ്റം, ചെറിയ സിസ്റ്റംസിൽ യൂസ് ചെയ്യാനാണ് ഇത് സുഖം അല്ലെങ്കിൽ നല്ലത്. അതുപോലെ തന്നെ സെൽഫ് കോമ്പൻസേറ്റിംഗ് ടു സം എക്സ്റ്റെൻറ്റ്. സെൽഫ് കോമ്പൻസേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നീഡ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, അതായത് ഇവാപ്പറേറ്ററിൽ ലോഡ് ഏതാണോ അതിനനുസരിച്ചിട്ട് ഇവിടെ ഇത് ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ ഇവാപ്പറേറ്ററിലേക്ക് എത്തിക്കുക. അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു പരിധി വരെ കാപ്പിലറി ട്യൂബിൽ നടക്കുന്നുണ്ട്. സെൽഫ് കോമ്പൻസേറ്റിംഗ് ആണ് ടു സം എക്സ്റ്റെൻറ്റ്. പക്ഷേ പരിധിക്കപ്പുറം ഒന്നും എന്ത് ചെയ്യുന്നില്ല, കാപ്പിലറി ട്യൂബിൽ അത് നടക്കുന്നില്ല. അപ്പോൾ കാപ്പിലറി ട്യൂബിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് അഡ്ജസ്റ്റബിൾ ടു ചേഞ്ചിങ് ലോഡ് കണ്ടീഷൻ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഞാൻ പറഞ്ഞു അവിടെ പരിധിക്കപ്പുറത്ത് നമുക്ക് എല്ലാ ലോഡ് എന്ത് വേരി ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല കാപ്പിലറി ട്യൂബ് വെച്ചിട്ട്. അപ്പോൾ ചേഞ്ചിങ് ലോഡ് കണ്ടീഷൻസുമായിട്ട് അത്ര സൂട്ടബിൾ അല്ല, അല്ലെങ്കിൽ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല കാപ്പിലറി ട്യൂബ് എന്നുള്ളത് ഓർത്തിരിക്കുക. വിച്ച് ഈസ് സസെപ്റ്റബിൾ ടു ക്ലോഗിങ് ബൈ ഫോറിൻ മേറ്റേഴ്സ്. അതായത് വളരെ നാരോ പാസേജ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഫോറിൻ ആയിട്ടുള്ള മേറ്റേഴ്സ്, ഫോറിൻ മീൻസ് നമ്മുടെ റെഫ്രിജറൻറ്റിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കിൾസ് അങ്ങനെ വല്ലതൊക്കെ അറിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ ഏരിയാസിൽ വന്നിട്ട് ക്ലോഗ് ചെയ്യുക മീൻസ് അവിടെ ഇങ്ങനെ അടിഞ്ഞു കൂടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഈ പാസേജിന് എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. യൂസ് ഈസ് ലിമിറ്റഡ് ടു ഹെർമെറ്റിക്കലി സീൽഡ് സിസ്റ്റം. ഹെർമെറ്റിക്കലി സീൽഡ് കംപ്രസേഴ്സ് യൂസ് ചെയ്യുന്ന റെഫ്രിജറേഷൻ സിസ്റ്റത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ഇത്തരത്തിലുള്ള കാപ്പിലറി ട്യൂബുകൾ നമ്മൾ യൂസ് ചെയ്യാറ്. ഇറ്റ് ഈസ് യൂഷ്വലി സോൾഡേർഡ് ടു ദ സെക്ഷൻ ലൈൻ ബിറ്റ്വീൻ ദി കണ്ടൻസർ ആൻഡ് ഇവാപ്പറേറ്റർ ടു എക്സ്ചേഞ്ച് ഹീറ്റ്. യൂഷ്വലി ഇതെന്ത് ചെയ്യാറുണ്ട്, നമ്മളെ കംപ്രസറിൻ്റെ സെക്ഷൻ ലൈനുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കാപ്പിലറി ട്യൂബിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കാപ്പിലറി ട്യൂബ് കംപ്രസറിൻ്റെ സെക്ഷൻ ട്യൂബായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരെൻഡ് അല്ലെങ്കിൽ ഒരു ഭാഗം എന്ന് പറയാൻ പറ്റില്ല, കാപ്പിലറി ട്യൂബിലെ ഒരെൻഡ് ഇവാപ്പറേറ്ററിലേക്കും ഒരെൻഡ് എങ്ങോട്ടായിരിക്കും, നമ്മുടെ റിസീവർ അല്ലെങ്കിൽ കണ്ടൻസർ ടാങ്കിലേക്കായിരിക്കും, കണ്ടൻസറിലേക്കായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ബട്ട് അതിൽ ഒരു ഭാഗം, ഈ ട്യൂബിലെ ഒരു ഭാഗം, ഈ രണ്ട് എൻഡും അല്ലാതെ ഏതെങ്കിലും കുറച്ച് ഭാഗം എന്ത് ചെയ്യും, കുറച്ച് ഭാഗം നമ്മൾ ഈ കംപ്രസറിൻ്റെ സെക്ഷൻ ലൈനുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്തിനാണെന്ന് വെച്ചാൽ ഇൻ കേസ് ഏതെങ്കിലും വേപ്പർ ആവാത്ത റെഫ്രിജറൻറ്റ് ഇവാപ്പറേറ്ററിൽ നിന്ന് വരികയാണെങ്കിൽ
അപ്പം അതിന് വേപ്പർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഈ സെക്ഷൻ ലൈനുമായിട്ട് കാപ്പിലറി ട്യൂബിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എക്സ്പാൻഷൻ ഡിവൈസസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. ഇതെന്തായാലും ചോദിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഈ തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ്, ഓട്ടോമാറ്റിക് എക്സ്പാൻഷൻ വാൽവ്, കാപ്പിലറി ട്യൂബ് തുടങ്ങിയവ. നിങ്ങൾക്ക് ഡൗട്ടുകൾ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.